മഠത്തിൽ വരവ് ആരംഭിച്ചിരിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ ആലത്തൂർ, മഠത്തിൽ വരവില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം? മഠത്തിൽ വരവ് പ്രധാനപ്പെട്ട ചടങ്ങാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പരമ കൊടിയിലേക്ക് എത്തുന്ന ചടങ്ങിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മഠത്തിൽ വരവ്. മഠത്തിൽ വരവ് എന്നുള്ള ആ ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. വളരെ അതിവിശിഷ്ടമായ ചടങ്ങാണ്. അരുൺ ആലത്തൂർ അതിനൊപ്പം ഉണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ അരുൺ. വിനോദ്, തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്തിന് ശേഷം ബ്രഹ്മസം മഠത്തിലെത്തി ഇറക്കി വെച്ച പൂജയ്ക്ക് ശേഷം ഇപ്പോൾ മഠത്തിൽ വരവിന് തുടക്കമായിരിക്കുകയാണ്. ഇറക്കി വെച്ച പൂജയ്ക്ക് ശേഷം ഇതാ ഭഗവതിയുടെ ആ തിടമ്പ് വേറ്റിക്കൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ച. ആ ഒരു മഠത്തിൽ വരവ് ചടങ്ങിന് അകമ്പടിയായിട്ട് ഇപ്പോൾ പഞ്ചവാദ്യവും നമുക്ക് കാണാൻ സാധിക്കും. മഠത്തിൽ വരവ് ചടങ്ങിന്റെ ഏറ്റവും അതിന്റെ തനിമ എന്ന് പറയുന്നത് അത് ആ പഞ്ചവാദ്യം തന്നെയാണ്. കോങ്ങാട് മധുവിന്റെ പ്രമാണിത്വത്തിലാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ അതാ ഭഗവതിയുടെ തിടമ്പുമായിട്ട് മഠത്തിൽ വരവിന് തുടക്കമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഭഗവതിയുടെ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആന ഏറ്റും എന്നുള്ളതാണ്. അതായത് രാവിലെ പുറപ്പാട് എഴുന്നള്ളത്ത സമയത്ത് ഭഗവതിയുടെ തിടമ്പ് ഏറ്റിയിരുന്നത് അത് തിരുവമ്പാടി കണ്ണൻ എന്ന ആനയാണെങ്കിൽ ഈ മഠത്തിലെത്തിയതിനു ശേഷം മഠത്തിൽ നിന്നും ഈ തിടമ്പ് ഏറ്റുക തിരുവമ്പാടി ചന്ദ്രശേഖരനായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. ഏതായാലും ആ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ തിടമ്പ് ഏറ്റിക്കൊണ്ട് പിന്നീട് മഠത്തിൽ വരവ് തുടങ്ങുകയായി. ആ മഠത്തിൽ വരവ് എന്ന ഈ ചടങ്ങിന്റെ പ്രത്യേകത ഞാൻ രാവിലെയൊക്കെ ലൈവിൽ പറഞ്ഞിരുന്നു. അതായത് തിരുവമ്പാടി വിഭാഗത്തിന് പണ്ട് സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല. ആ സ്വർണ്ണക്കോലം ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഉള്ള ബ്രഹ്മസം മഠത്തിൽ സ്വർണ്ണക്കോലമുണ്ട് എന്നുള്ള വിവരം അറിയുന്നു. അങ്ങനെ നടുവിൽ സ്വാമിയാർ എന്ന അന്നത്തെ അവിടുത്തെ സ്വാമിയാരോട് ഈ സ്വർണ്ണക്കോലം തങ്ങൾക്ക് ഉത്സവത്തിന് ഉപയോഗിക്കാനായിട്ട് നൽകുമോ എന്ന് തിരുവമ്പാടി വിഭാഗം ചോദിക്കുന്നു. അപ്പോൾ അന്ന് ബ്രഹ്മസം മഠത്തിന്റെ ഭാഗത്ത് നിന്ന് അവർ വെച്ച ഒരു നിബന്ധനയായിരുന്നു കോലം നൽകാം, പക്ഷേ ക്ഷേത്രത്തിൽ നിന്നുള്ള ആ ഒരു എഴുന്നള്ളത്ത് അത് മഠത്തിലെത്തി അവിടെ നിന്നും പൂജ കഴിഞ്ഞ് കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നുള്ള ഒരു അഭിപ്രായം പറയുന്നു. അങ്ങനെയാണ് ഈ ഭഗവതിയുടെ തിടമ്പ് ഈ ക്ഷേത്രത്തിൽ നിന്നും മഠത്തിലേക്ക്, അതായത് നടുവിൽ മഠത്തിലേക്ക് എത്തുകയും തുടർന്ന് ഈ ബ്രഹ്മസം മഠത്തിൽ നിന്നും ഈ തിടമ്പുമായിട്ട് എഴുന്നള്ളുന്ന മഠത്തിൽ വരവ് എന്നുള്ള ഈ ഒരു ചടങ്ങുണ്ടായതും എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കരുതപ്പെടുന്ന ചരിത്രം എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഈ തിരുവമ്പാടി വിഭാഗത്തിന് സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതേതായാലും വലിയ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് നമുക്ക് വിശ്വാസികൾക്ക് പൂരപ്രേമികൾക്കൊക്കെ ഈ ചടങ്ങ് ഉണ്ടാവുന്നതിലേക്ക് അത് വഴിവെച്ചല്ലോ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോഴിതാ ആ മഠത്തിൽ വരവ് ആരംഭിച്ചിരിക്കുകയാണ്. ആ തിടമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പുമായിട്ട് എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മഠത്തിനകത്താണ് ഉള്ളത്. ഇറക്കി വെച്ച് പൂജ കഴിഞ്ഞു. ആ പൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിലെ എഴുന്നള്ളുകയാണ്. ആ തിടമ്പുമായിട്ട് ഇപ്പോൾ മഠത്തിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പേരിൽ തന്നെ ഉണ്ട്, അതായത് മഠത്തിൽ വരവ് എന്ന പേരിൽ തന്നെ ഉണ്ട്. എന്താണ് മഠത്തിൽ വരവ് എന്നുള്ള പേര് ഉണ്ടായത് എന്നുള്ളത്, അതിന്റെ ചരിത്രം എന്താണ് എന്നുള്ളതൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരത്തിൽ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ മഠത്തിൽ വരവ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം തൃശ്ശൂർ പൂരത്തിന് പ്രധാനമായിട്ടും പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇലഞ്ഞിത്തറ മേളമാണ് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമെങ്കിൽ തിരുവമ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് അത് പഞ്ചവാദ്യമാണ്. അത് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും തിമിലയും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പുമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൊത്തിക്കയറുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആർപ്പുവിളികൾ, ആരവങ്ങൾ, അതൊക്കെ കേട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉത്സവപ്രേമികൾ, പൂരപ്രേമികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പക്ഷേ നമുക്കറിയാം ഇത്തവണത്തെ ഈ ഒരു വെടിക്കെട്ട് അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായിട്ടാണ് എല്ലാം നടത്തുന്നത്. അതായത് പതിറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതുതന്നെയാണ് ഇത്തവണയും നടക്കുന്നത് എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ നടുവിൽമട ഭാഗത്തൊക്കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന തിരക്കൊന്നുമല്ല, വലിയ തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. വലിയ രീതിയിലുള്ള ആരവങ്ങളും ആർപ്പുവിളികളും ഒക്കെ നിറയുന്ന നിമിഷമാണ് ഈ ഒരു നിമിഷം. പക്ഷേ അത്തരത്തിൽ വലിയ ഒരു തിരക്കോ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. പക്ഷേ പതിറ്റാണ്ടുകളായി ആചരിക്കുന്ന ആചാരം അനുഷ്ഠാനം അത് ഒരു വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണ്. ആ വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമായതുകൊണ്ട് തന്നെ അത് മുറതെറ്റാതെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പണ്ട് കൊറോണ കാലത്ത് പോലും നടത്തിയിട്ടുണ്ടായിരുന്ന മുറതെറ്റാതെ നടത്തിയിട്ടുണ്ടായിരുന്ന ആചാരം അത് ഇത്തവണയും അതേപോലെ തന്നെ യാതൊരു മുറതെറ്റാതെ ആചരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ നടുവിൽ മഠത്തിൽ നിന്നും ആ ഭഗവതിയുടെ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പും ഏറ്റിക്കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷം തിടമ്പുമായി പോവുകയാണ്. ആ കോലത്തിൽ കൃഷ്ണന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള തിരക്ക്, ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തവണത്തെ പൂരത്തിൻ്റെ ഒരു സവിശേഷത അതാണ്. കാരണം ഇവിടുത്തെ തൃശ്ശൂരിലെ തന്നെ ആളുകളാണ് അധികവും